അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിൽ ഫായിസീന ബിറിദല്ലാഹ്. അപ്പോൾ തേമത്തെ സംബന്ധിച്ച് ഇന്നലെ പറഞ്ഞു നോക്കും. അപ്പം തേമ സമയമായതിനു ശേഷമാവണം. പിന്നെ ശുദ്ധിയുള്ള കലർപ്പില്ലാത്ത മണ്ണാവണം. മണ്ണ് തന്നെ, മറ്റൊന്നും കലർപ്പുണ്ടാവരുത്. മൂന്നാമത്തെ ഹത്ത് വെള്ളം ഉപയോഗിക്കാൻ സാധിക്കാതിരിക്കുക. വെള്ളം ഉപയോഗിക്കാൻ സാധിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വെള്ളം തീരെ ഇല്ലാത്തതിൻ്റെ പേരിലാകാം, അല്ലെങ്കിൽ ഉള്ളതോടുകൂടി വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത രോഗങ്ങളുണ്ടാകാം. ഈ കാരണങ്ങളുണ്ടെങ്കിലേ തേമം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെ തേമം ചെയ്ത് കഴിഞ്ഞാൽ കുളിക്കാൻ പറ്റാത്തവർ കുളിച്ചാൽ എന്തെല്ലാം ഹലാലാകുന്നു? ജനാപത്തുണ്ട്, പ്രസവിച്ചിന്, എന്നാൽ കുളിച്ചാൽ നിസ്കരിക്കാം, തേമം പിന്നെ ഖുർആൻ ഓതാൻ എല്ലാം പറ്റും. ഒന്നുമില്ലാത്തവർക്ക് മുസേഫ് തൊടാൻ പറ്റില്ല, എന്നാൽ തേമം ചെയ്താൽ മുസേഫ് തൊടാം. അപ്പോൾ കുളി കൊണ്ടും ഉള്ളുകൊണ്ടും ഹലാലാകുന്നതെല്ലാം ഇതുകൊണ്ട് ഹലാലാകും. എന്നാൽ പിന്നെ ഉള്ളുവങ്ങ് മുറിഞ്ഞാലോ കുളി കൊണ്ട് ഹറാം അടങ്ങി വരുമോ? അതില്ല. ഒതു മുറിയുന്ന സ്ഥാനമേ ഉള്ളൂ. ജനാപത്തുണ്ടായാൽ ഒതുകൊണ്ട് ഹറാമാന്നൊക്കെ ഹറാമാ. അപ്പോൾ ജനാപത്ത് കുളിക്കേണ്ട ഒരാൾ കുളിച്ചാൽ എല്ലാം ഹലാലായി. പിന്നെ ഒതു മുറിഞ്ഞാൽ ഒതു കൊടുക്കണമല്ലോ, ജനാപത്ത് കുളി നടക്കണ്ട. അതുപോലെ ജനാപത്ത് കുളിക്കേണ്ട ഒരാൾക്ക് തേമം ചെയ്ത് എന്നാൽ എനിക്ക് നിസ്കാരം ഹലാലായി. എന്നാൽ തേമം ചെയ്ത് പിന്നെ ഒതു മുറിഞ്ഞാലോ? പിന്നെ ഒതു മുറിഞ്ഞാൽ തേമം മാത്രമേ മടക്കേണ്ടുള്ളൂ. പിന്നെ കുളി ആദ്യം മടക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ചുരുക്കത്തിൽ കുളിക്കാനും ഇതിനും എല്ലാത്തിനും തേമം ജായിസാകും. രണ്ടിനും കൂടി മതിയായതാണ്. ഈ തേമത്തെപ്പറ്റി പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ശറഈൻ്റെ വിടുതികൾ സ്വീകരിക്കണം. നബിയുടെ സഹാബാക്കൾപ്പെട്ട രണ്ടാൾ യാത്ര പോകുന്ന അവസരത്തിൽ വഴിക്കുന്നു ഒരാൾക്ക് ജനാപത്തുണ്ടായി. അയാൾക്കെന്തോ പരുക്കുണ്ടായിരുന്നു, തലയിൽ പരുക്കുണ്ട്. മറ്റു കൂടെയുള്ളവർക്ക് അറിയില്ല. കുളിക്കാൻ തേമം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ചുരുക്കം പറഞ്ഞാൽ അയാൾ കുളിക്കാൻ വെള്ളം ഉപയോഗിച്ച് പനി വന്ന് രോഗം പണ്ട് മരണപ്പെട്ടു എന്ന് പോലും സംഭവിച്ചില്ല. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറിവില്ലായ്മൻ്റെ മരുന്ന് ചോദിച്ചു പിടി. അറിയാത്ത ആൾ ചോദ്യത്തിൻ്റെ ഫത്വ ചെയ്യാൻ നിൽക്കുന്നത് അബദ്ധം പറ്റില്ല. അപ്പോൾ കുളിക്കാൻ വേണ്ടി പോലും തേമം ചെയ്യാം. ഭാര്യയുമായി ബന്ധപ്പെട്ട് ടൈഫോയിഡോ അവരുടെ ഭയങ്കരമായ പനി വന്ന് അവിടെ ജനാപത്തല്ലേ, കുളിക്കാണ്ട് എങ്ങനെ നിസ്കരിക്കാം? വലിയ പനിയാണെങ്കിൽ കൊച്ചവൻ കുളിച്ചാൽ പേടിക്കപ്പെടുന്ന പനിയാണെങ്കിൽ തേമം ചെയ്ത് നിസ്കരിക്കണം. അപ്പോൾ അവിടെയൊക്കെ തേമം പറ്റും. അത് കുളിയുടെ തേമമായാലും മുറിയുടെ തേമമായാലും ഒളുവിൻ്റെ തേമമായാലും എല്ലാം ഒരേ രൂപത്തിലാവണം. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടത്തിൽ തന്നെ നബിയുടെ ഹദീസ് സഹാബത്തിന് നോക്കുന്ന ഹദീസിന് 2 സഹാബത്ത് യാത്ര പോയി. രണ്ടാൾക്കും ജനാപത്തുണ്ടായി. ഒരാൾക്ക് ജനാപത്തുണ്ടായ ഒരാളെന്താക്കി ഉളുവിൽ തേമം ചെയ്യും പോലെ തേമം ചെയ്യും. മറ്റാൾ പറഞ്ഞു, അമ്മ അനഫ തമഅത്തു കമാ തമഅക്കത്തി ദാബത്ത്. കുളിൻ്റെ തേമത്തിന് ഇങ്ങനെ മോൻ നടക്കുന്നത്, ഞാൻ പോത്ത് വെള്ളം പോലെ മണ്ണിൽ വീണ്ടും തെരഞ്ഞ്. രണ്ടാൾക്ക് ജനാപത്തുണ്ടായപ്പോൾ അവർ തമ്മിൽ തടുക്കുകയാണ്. ജനാപത്തിൻ്റെ തേമം ഉളുവിൻ്റെ തേമം ഒരുപോലെയാണ്. തേമം മുഖം തടകാനല്ലേ അള്ള പറഞ്ഞിരിക്കുന്നു, ഞാൻ അങ്ങനെ തടഞ്ഞു. മറ്റാൾ ഉളുവിനല്ലേ, കുളിക്കാൻ വേണ്ടി അങ്ങനെ മുഖം തടയിട്ട് കാര്യമുണ്ടാ? എൻ്റെ മൂപ്പർ പറയുന്നത്, ഞാൻ പോത്ത് തെരയും പോലെ തെരഞ്ഞ് മണ്ണിൽ. അങ്ങനെ രണ്ടാളും കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി വിവരം പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾക്ക് രണ്ടാൾക്കും ഇത്ര മതിയായിരുന്നു മുഖവും കയ്യും. ഇത് പറയാൻ കാരണം തേമത്തിന് ചില ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. ചില ആൾ പള്ളി വരും, എടോ കൈക്ക് കാലിന് പുസ്തകം കാലിന് പ്രാവശ്യമിട്ട് അപ്പോൾ വെള്ളം ഡോക്ടർ വെള്ളം തൊട്ടിരിക്കുന്നതാണ് എനിക്ക്. തേമം ചെയ്തിനാ? തേമം ചെയ്തിന്. അതാ അതിൻ്റെ മണ്ണാന്നാ ഇപ്പോൾ കെട്ടിയ പ്ലാസ്റ്റർ ഒട്ടിച്ച തുണി ചുവന്നിരിക്കുന്നത് പറയാ. കാലിന് തേമം ചെയ്തിരിക്കുന്നത് എങ്ങനെ? കെട്ടിയ കാലിൻ്റെ മേലെ തൊടുക്കുക. ഉദാഹരണമായിട്ട് ചെറിയ ആൺകുട്ടി കല്യാണം മാർക്കം ചെയ്യപ്പെടുന്നതിന് മുമ്പ് മരിച്ചുപോയാൽ കൊയ്യത്ത് കുളിപ്പിക്കുമ്പോൾ, അത് ആ കുട്ടിയായാലും ബില്ലാളായാലും ശരി, സാന്ദർഭികമായി ഒരാൾ കുളിപ്പിക്കാൻ മയ്യത്ത് കുളിപ്പിക്കാൻ നോക്കുമ്പോൾ മാർക്കം ചെയ്തിട്ട് എന്ന് സങ്കല്പിക്ക്. ഒരു 50 വയസ്സുള്ള അമ്മക്ക് തന്നെ മരിച്ച് മയ്യത്ത് കുളിക്കാൻ പോയി നോക്കുമ്പോഴേ കഴിച്ച് നോക്കുമ്പോൾ ലിംഗം മാർക്കം ചെയ്തിട്ടില്ല. എന്നാൽ ബില്ലാളതാകുമ്പോൾ തൊലി നീക്കാൻ കഴിയും. തൊലി നീക്കിയിട്ടുള്ളിൽ കഴുകണം. നീങ്ങുന്നില്ലെങ്കിലോ പ്രസവിച്ച പാടുള്ള ചെറിയ കുഞ്ഞിൻ്റെ തൊലി നീക്കാൻ കഴിയില്ല. അപ്പോൾ മാർക്കം ചെയ്യപ്പെടാത്ത ചെറിയ കുഞ്ഞുങ്ങൾ മരിച്ചാൽ പ്രസവിച്ച് 1 മാസമുള്ള കുഞ്ഞിൻ്റെ തൊലിയൊന്നും നീക്കാൻ കഴിയില്ല. അപ്പം കുളിപ്പിക്കുമ്പോൾ ആ കുൽഫൻ്റെ ഉള്ളിൽ വരെ ചേലാകർമ്മം ചെയ്യപ്പെടുന്ന തൊലിയുടെ ഉള്ളിൽ വരെ വെള്ളം ചേർക്കൽ നിർബന്ധമാണ്. എന്നാൽ അതിനു വേണ്ടി തേമം ചെയ്യണം.
അവൻ ചില ഉമ്മമാരാന്ന് ചെറിയ കുട്ടികൾ വെച്ചാൽ ചെറിയ 6 മാസമുള്ള കുട്ടീനെ വൈദ്യുതി കുട്ടീൻ്റെ ഉമ്മമായിരിക്കും, ഉപ്പാൻ്റെ ഉമ്മ. എന്നാൽ പെണ്ണുങ്ങൾ കുട്ടിക്ക് തേമം ചെയ്യണം, അതറിയില്ല. അതെ തേമം ചെയ്യണം. എന്നാൽ പിന്നെ ഒരു മണ്ണുകൊണ്ട് എനിക്ക് കുട്ടീൻ്റെ ലിംഗത്തിൻ്റെ തലക്ക് തേച്ച് കൊടുക്കും ചില ഉമ്മമാരെ. അതവസ്ഥ ഞാൻ ചെയ്ത അഭ്യാപനം ചെയ്തേക്കാം. എൻ്റെ ഒരു വിരലോട്ട് മണ്ണും തൊട്ടിട്ട് വരുന്നത് ഈ കുട്ടീൻ്റെ ലിംഗത്തിന് തേക്കാൻ. ആടെ അല്ല തേമം ചെയ്യൽ, കുട്ടീൻ്റെ ലിംഗത്തിന് മണ്ണ് തേക്കലല്ല. അപ്പോൾ മാർക്കം ചെയ്യപ്പെടാത്ത കുട്ടീൻ്റെ തേമായാലും കാലിന് മുറിവുണ്ടായാലും തുടക്ക് മുറിവുണ്ടായാലും കക്ഷത്തിന് മുറിവുണ്ടായാലും വയറിന് മുറിവുണ്ടായാലും ഇവിടെയെല്ലാം വെള്ളം തേത്തൊട്ടിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞാൽ നിസ്കരിക്കാൻ തേമം ചെയ്യണം. കുളിക്കുമ്പോൾ ഉളുവിനാണെങ്കിൽ കൈക്കോ മുഖത്തോ കാലിനോ ആണെങ്കിലേ തേമുള്ളൂ. ഉളു മാത്രം എടുക്കേണ്ട ഒരാൾക്ക് പുറത്ത് മുറിവുണ്ടായ തേമം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. തേമത്തിൻ്റെ ഉളുവിൻ്റെ അംഗത്തിന് മുറിവുണ്ടെങ്കിലും ഉള്ളൂ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഏത് തേമം, ജനാപത്തിൻ്റെ തേമായാലും മാർക്കം ചെയ്യപ്പെടാത്തവൻ്റെ തേമമായിരുന്നാലും കയ്യൻ്റെ കാലിൻ്റെ മുറിവിന് തേമം, ഏത് തേമായാലും മുഖത്തും 2 കൈക്കും മാത്രം തടകലാണ് തേമം എന്ന് വിഷയം സാന്ദർഭികമായി ഉണർത്തുകയാണ്. സഹാബത്ത് പോലും തെറ്റിദ്ധരിച്ച വിഷയം ഞാൻ പറഞ്ഞല്ലോ. ആകെ മണ്ണിൽ വീണ് തരേണ്ട ആവശ്യം, കുളിക്കാൻ വേണ്ടി തേമത്തിൻ്റെ മണ്ണിൽ വീണ് തരേണ്ട ആവശ്യമില്ല. പിന്നെ കാലിനോ ലിംഗത്തിനോ തേമം ചെയ്യേണ്ടി അവിടെ മണ്ണ് തിരക്കല്ല. ഏത് തേമവും മുഖത്തും 2 കൈയും, മുഖവും 2 കൈ മുട്ടോടുകൂടെ തടകലാണ് തേമം. അപ്പോൾ ഈ തേമത്തിൻ്റെ കാരണങ്ങൾ പറഞ്ഞു. സമയമായതിന് ശേഷം ആവണം. എന്നാൽ വെള്ളമില്ലാതിരുന്നാൽ എന്ത് വേണം? വെള്ളമില്ലാതിരുന്നാൽ അന്വേഷിക്കണം. അന്വേഷിക്കുന്നത് പഴയ കാലത്തെ കിതാബുകളൊക്കെ പറഞ്ഞു. വെള്ളമില്ലായ്ക്ക് മിക്കവാറും യാത്രയിലാവില്ല. നാട്ടിൽ വെള്ളമില്ലാതെ തേമം ചെയ്യേണ്ട അവസ്ഥ നമ്മൾ നോർമലായിട്ട് വന്നിട്ടല്ലോ. ക്ഷമം വളരെ വന്നാലും തേമം ചെയ്ത് നാട്ടിൽ നിന്ന് പറഞ്ഞ് നിസ്കരിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. ഇനി അങ്ങനെ വന്നാൽ ആ നിസ്കാരം മടക്കണം. നാട്ടിൽ വെള്ളമില്ലാതെ തേമം ചെയ്താൽ തേമം നിസ്കരിക്കുക എന്ന നിസ്കാരം, കാരണം അങ്ങനെ സംഭവം ഉണ്ടാവാറില്ല. യാത്രക്കാർ വഹിക്കുന്ന വെള്ളം കിട്ടാതെ തേമം ചെയ്താൽ നിസ്കാരം മടക്കണം. നിസ്കാരം മടക്കണ്ട. യാത്രക്കാരൻ വഴിയിൽ വെച്ച് വെള്ളം കിട്ടാതിരുന്നാൽ നിസ്കാരം മടക്കേണ്ടതില്ല. പക്ഷെ തേമം മണ്ണിലില്ലാതിരിക്കാൻ എന്ത് വേണം? പഴയ കാലത്തെ യാത്രയെ പറ്റി കിതാബിൽ പറയാം. അപ്പം യാത്രക്കാർ സ്ഥലത്തെത്തി വെള്ളമില്ല, ചുറ്റും ആൾക്കാർ അന്വേഷിച്ച് നോക്കണം, വിളിച്ച് ചോദിക്കണം എവിടെയെങ്കിലും വെള്ളം ഉണ്ടോയെന്ന്. എന്നാൽ പിന്നെ നടന്ന് പോയി നോക്കുകയും വേണം. ഏതുവരെ ഹദ്ദുൽ ഖൗസ് വരെ മടങ്ങി പോയി നോക്കുക. അതാ കിതാബിൽ പറയാം. ഹദ്ദുൽ ഖൗസ് നമ്മൾ സാധാരണ ഒരാൾ തൽക്കാലം സഹായിക്കാൻ, മോനെ മമ്മദായിക്കാൻ്റെ ഒരേതാണെന്ന് ചോദിച്ചാൽ ഒരു വീട് ചേർക്കുന്ന കുട്ടി എടുത്ത് വരെ പോവുക. ഒരു നാട്ടിൽ കൊപ്പര നടക്കുന്ന കുട്ടി എത്ര കാണുന്ന ഒരു ഒരു ഫർലോങ് അതിനപ്പുറം വരില്ല. ഒന്ന് മമ്മദായിക്കാൻ്റെ പോരാ, ഒന്ന് മമ്മ ഡോക്ടർ വീട് ഏതാ മോനെ എന്ന് ചോദിച്ചാൽ കാണിച്ചു തരാൻ വരുന്ന ദൂരമുണ്ടല്ലോ. അതുവരെ ചുറ്റുപാത്തിലും നടന്നു നോക്കണം എന്നാണ് കിതാബുകൾ പറയുക. മറിച്ച് വെള്ളം ഉണ്ട് എന്ന് ഉറപ്പായാലോ അത്ര പോയാൽ പോരാ, കുറച്ചും കൂടി ഇത് ഉറപ്പാണ്. അതിന് കിതാബിൽ പറയുന്നതിൽ അന്ന് ഒട്ടവും കുതിരി പുറത്ത് യാത്ര പോകുന്ന കാലത്ത് അണ്ണാച്ചിറ യാത്രയുണ്ടല്ലോ, വെറുകുറുക്കാനും പശുവിനെ മേയ്ക്കാനും ഒട്ടകത്തിന് പുല്ല് കൊടുക്കാൻ കിട്ടുന്നത്. അപ്പം നേരത്തെ പറഞ്ഞതിനേക്കാൾ കുറച്ച് ദൂരം, ഏകദേശം ഒരു 1/4 മൈൽസിൻ്റെ വരെ പോകും. അങ്ങനെ വെറുകുറുക്കാനും വെള്ളത്തിന് പോകുമല്ലോ. അപ്പോൾ വെള്ളം ഉണ്ട് എന്ന് ഉറപ്പായാൽ ഏകദേശം 1 മൈൽസ് വരെ ചുറ്റും നടന്നു പോയിട്ട് കൊണ്ടുവരണം. അത് കിതാബിൽ പറഞ്ഞ ഈ വാർത്താണ്. ഇന്ന് സ്ഥിതിയൊക്കെ നമുക്ക് മാറിയില്ലേ, ഫോണില്ലേ. നമ്മുടെ യാത്രയിൽ അവർ ചായ കുടിക്കാൻ ഇറങ്ങി, അവിടെ ഹോട്ടലിലെ ചായ വെള്ളം കുടിക്കാൻ വെള്ളം കിട്ടുന്നില്ല. എന്നാലോ നമ്മുടെ പരിചയത്ത് 15 കിലോമീറ്റർ അപ്പുറം ഒരുത്തനുണ്ടെങ്കിൽ അവിടെ വെള്ളം ഉണ്ടോ എന്ന് പറഞ്ഞാൽ കാറാടെ പോയിട്ട് നിസ്കരിച്ചാൽ മതിയല്ലോ. ആ 1/4 മണിക്കൂർ കൊണ്ട് അവിടെ എത്തിയില്ലേ. അപ്പോൾ അന്നും ഇന്നൊക്കെ ഹുക്കും മാറും. പണ്ടങ്ങനെയല്ല, ഈ 1/4 കിലോമീറ്റർ അപ്പുറം നിന്ന് വെള്ളം ഇരുന്ന് തേമം ചെയ്ത് നിസ്കരിക്കാമെന്നാ. ഇന്നിപ്പോൾ വെള്ളം ഉള്ള സ്ഥാനമാണ്. സ്കൂട്ടർ, കാറ്, വാഹനം അവിടെയൊക്കെ വിളിച്ച് വെള്ളം കിട്ടും. അപ്പോൾ ചുരുക്കത്തിൽ യാത്രയിൽ വെള്ളം തീരെ കിട്ടാതിരുന്നാൽ തേമം ചെയ്ത് നിസ്കരിക്കാം, നിസ്കാരം മടക്കേണ്ടതില്ല. നാട്ടിൽ തേമം ചെയ്ത് നിസ്കരിച്ചാൽ നിസ്കാരം മടക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു വിഷയം, അവയവങ്ങൾ മുറിവുണ്ടെങ്കിലോ, ഇതാണ് പ്രത്യേകം ഒന്ന് മനസ്സിലാക്കേണ്ടത്. അവയവങ്ങൾ മുറിവുണ്ടെങ്കിൽ എന്ത് വേണം? അവയവങ്ങൾ മുറിവ് എന്ന് പറഞ്ഞാൽ തേമത്തിൻ്റെ അവയവത്തിനാണോ മുറി, അതായത് മുഖവും കൈക്കുമാണ് മുറി എങ്കിൽ അവിടുത്തെ മുഴുത്തമതായ മസാല ഉളു ചെയ്യും വേണം, തേമം ചെയ്യും വേണം. മുറി വെച്ച് കെട്ടിയിട്ടൊന്നുമില്ല. കൈക്ക് നമ്മളെ വാച്ച് കെട്ടുന്ന രൂപത്തിൽ നമ്മൾ കൈക്ക് കെട്ടിയ വാച്ച് മുറിവാണ്ട് സങ്കല്പിക്കുക. എന്നാൽ അവിടെ എന്ത് വേണമെന്നാ ഷാഫി മദ്ഹബിൻ്റെ മുഴുത്തമത മസാല ഉളു ചെയ്യാം. മുഖം കഴുകി കഴിഞ്ഞതിന് ശേഷം തല തടയുന്നതിന് മുമ്പ് 2 ജോലിയാണ് അവനക്കുള്ളത്. മുഖം കഴുകാൻ എന്താ വേണ്ടേ? കൈ കഴുകണം,
കൈ കഴുകിയാൽ തല കഴുകണം, പക്ഷേ കൈക്ക് മുറിവുണ്ട്. അപ്പം മുഖം കഴുകിയാൽ തേമ്മവും നടക്കണം, കൈ കഴുകലും നടക്കണം. എന്നിട്ടേ തല തടകാൻ പറ്റുള്ളൂ. മുഖം ഒരാൾ കൈക്ക് മുറിവുണ്ട്, നമ്മൾ വാച്ച് കെട്ടിയതൊരു മുറിവാണെന്ന് സങ്കല്പിക്കൂ, അവിടെ വെള്ളം തട്ടിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു. എന്നാൽ നമ്മളെ ഷാഫി മദ്ഹബിൻ്റെ പരമായ അഭിപ്രായം എങ്ങനെ? ഓനവിടെ, കാരണം ഓൻ്റെ ഉദുവും കാമില പൂർണ്ണമല്ല, ഉദു തേമ്മവും കാമിലല്ല. എന്തുകൊണ്ട്? ആടെ മുറിവിന് വെള്ളം എത്താൻ പറ്റുന്നില്ല. അതേ സമയത്ത് കെട്ടിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല എങ്കിൽ കഴിവിൻ്റെ പരമാവധി കഴുകുക, സുമാറ് കണക്കൂട്ടരുത്. കഴിവിൻ്റെ അതിലപ്പുറം കഴുകിയാൽ മുൻപ് നനഞ്ഞു പോകും. എൻ്റെ അതിനൊക്കെ കിതാബിൽ പറയുന്ന മസാല അങ്ങനെ സുമാറ് അതിനൊരു നനഞ്ഞ തട്ടം ടവല് കൊണ്ട് മെല്ലെ അതിൻ്റെ പള്ളൊക്കെ കൊണ്ടുവച്ച് ആ തട്ടം ആ ടവല് ചെറിയൊന്ന് പിയ്യാം, എന്നാൽ അതിൻ്റെ അടിക്കും എല്ലാവരുടെ വെള്ളം ഒഴിക്കുമ്പോൾ അപ്പുറം മുറിവിലേക്ക് കടന്നു പോകുമല്ലോ. അപ്പോൾ അങ്ങനെ കഴിവിൻ്റെ ഇപ്പം ആൾ ഇതൊക്കെ പൈസയ്ക്ക് വേണ്ടിയും ദുനിയാവിന് വേണ്ടിയും എത്രയും നമ്മൾ വിഷമിക്കും. ദീനിൻ്റെ കാര്യം കുറച്ച് പറയുമ്പോൾ അതൊക്കെ ഇന്ന് ജീവിക്കാൻ കഴിയുമെന്ന് പറയും. അതുകൊണ്ടായി മുഴത്തം ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത്. അള്ളാഹുവിൻ്റെ പേടിയും തഖ്വയും കൂടുതലുള്ള ആൾ ക്ലാസ് മുഴത്തുന്നത് പ്രകാരം ചെയ്യാം. പിന്നെ ചില ആൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ദുനിയാവിന് വേണ്ടി എത്ര ഓർക്കുകയും എത്ര കഷ്ടപ്പെടുകയും ചെയ്യും. രാത്രി സുഖേടായ ഉപ്പാക്ക് വേണ്ടി നേർവൾക്കോളം ഓർക്കുകയും രാത്രി ഇഷാക്ക് മൈത്ത് മറവ് ചെയ്താലോ പിന്നെ അരമണിക്കൂർ തസ്ബീഹത്തിന് ഇരുന്നൂടാ. ഇതാ നമ്മുടെ അവസ്ഥ. അരമണിക്കൂർ തസ്ബീഹത്തിന് നമുക്ക് ഇരുന്നൂടാ. കല്യാണത്തിന് പോയിട്ട് 10 മണിക്ക് പോയിട്ട് 12 മണി വരെ വ്യാപാരം നിൽക്കാതിന് കാത്തിരിക്കുക. ജുമയ്ക്ക് 1 മണിക്കൂർ പോയിക്കരുത് നമ്മളെ അവസ്ഥയാണ്. അപ്പം ഞാൻ പറയുന്നത്, കിതാബിൽ പറയാൻ ഞങ്ങളുടെ കടമയാണല്ലോ. അപ്പം കൈൻ്റെ വാച്ച് മുറിവാണെന്ന് സങ്കല്പിച്ചാൽ കൈൻ്റെ പരമാവധി കഴുകുക, അങ്ങ് സുമാറ് കഴിയാൽ പോരാ. ഇനി അപ്പുറം കഴിയാൽ മുറിവ് നനഞ്ഞു പോകുമെന്ന് കണ്ടിട്ട് നിർത്തുക. അവിടെ എന്താക്കുക, ഒരു നല്ല നനഞ്ഞ ഒരു വെള്ളക്ക് വെച്ച് നമർത്തിയാൽ ആ സ്ഥലം മുഴുവൻ കഴുകി. പിന്നെ അതിൻ്റെ തേമം ചെയ്യാം. ആ തേമം ചെയ്യുമ്പോൾ മുറിവിൻ്റെ വില മണ്ണുകൊണ്ട് തടയേണ്ട ആവശ്യമില്ല. മുറിവ് വെള്ളത്തോട് ചെറുതാൽ തടാൻ പറ്റുമെങ്കിൽ തടുക. അപ്പം പിന്നെ തലാടുക, കഴിയുക. ഇങ്ങനെ നിസ്കരിച്ചാൽ ഒരു കുഴപ്പമില്ല, നമസ്കാരം മടക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെച്ച് കെട്ടിയിട്ടില്ലല്ലോ, വെച്ച് കെട്ടിയിട്ടില്ല. മുറിവ് നനക്കണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ കെട്ടും വെച്ച് കെട്ടിയിട്ടൊന്നുമില്ല. സ്ഥലമൊന്നും ഒഴിവായില്ലെങ്കിൽ ആ തേമം ചെയ്ത് നിസ്കരിച്ചാൽ നമസ്കാരം മടക്കണ്ട. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ. അസ്സലാമു അലൈക്കും. 2 ക്ലാസ് അല്ലേ?